ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ 57 വർഷം തല ഉയർത്തി നിന്ന ഗരുഡൻ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് പ്രൗഢിയായി. ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി പുൽത്തകിടിയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായാണ് ഗരുഡപ്രതിമ സ്ഥാപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ മുഖമുദ്രയായിരുന്നു ചിറകുവിരിച്ച് പറക്കാൻ വെമ്പൽ കൊള്ളുന്ന സിമന്റിൽ തീർത്ത ഗരുഡപ്രതിമ. 1968 കോയമ്പത്തൂർ കൃഷ്ണൻ എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത്. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ കാലിനടിയിൽ പാമ്പിനെ വഹിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇതേക്കുറിച്ച് പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഇക്കാലമത്രയും ഗുരുവായൂരിന്റെ അടയാളപ്പെടുത്തലായും ഈ പ്രതിമ മാറി. കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ വന്നതിനെ തുടർന്നാണ് ഇത് മാറ്റി വെങ്കലത്തിൽ തീർത്ത പുതിയ പ്രതിമ സ്ഥാപിച്ചത്. ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ പ്രതിമ ഉപേക്ഷിക്കാൻ ദേവസ്വം തയ്യാറാകാതിരുന്നതിനാലാണ് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലേക്ക് മാറ്റിയത്. ഭക്തിയുടെ പരിവേഷമായ ഗരുഡപ്രതിമ സ്ഥാപിച്ചതോടെ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് ഭക്തി സാന്ദ്രതയേറി. ക്ഷേത്രദർശനം കഴിഞ്ഞ് കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങുന്നവർക്ക് വലതുഭാഗത്ത് സ്വാഗതമോതുന്നത് ഈ പ്രതിമയാണ്. നേരത്തെ മുകളിലായിരുന്ന പ്രതിമ ഇപ്പോൾ താഴെയായതോടെ കുട്ടികളടക്കമുള്ളവർ കൗതുകത്തോടെ പ്രതിമ തൊട്ടുതലോടാൻ എത്തുന്നുണ്ട്. അടുത്തുനിന്ന് സെൽഫി എടുക്കാനും തിരക്കായി. TCV ന്യൂസ്, ഗുരുവായൂർ.